വധശിക്ഷയ്ക്കിരയായ ഷഹസാദി ഖാന്റെ പിതാവ് ഷബീർ ഖാൻ 24നോട് തനിക്ക് നീതി ലഭിക്കണമെന്നാണ് ഷബീർ ഖാൻ പറയുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം, കേസ് CBI അന്വേഷിക്കണമെന്നും ഷബീർ ഖാൻ പറഞ്ഞു. 24 ബ്രേക്കിംഗുമായി നമുക്കൊപ്പം വിനീത ചേരും. ആദ്യം നമുക്ക് ഈ പിതാവിന്റെ അഭിപ്രായത്തിലേക്ക് പോകാം. मैडम को मुझे CBI जांच चाहिए कि उसमें सच्चाई मालूम चल जाएगी ना कि कौन गुनहगार कौन नहीं है और क्यों कैसे मतलब क्यों फंसाया मेरी लड़की को. हाँ, CBI पर विश्वास है मुझे, बिल्कुल भाई. वो अगर नहीं है तो फिर कुछ नहीं है देश में. फिर वो एक CBI है कि वाकई में वो अच्छा काम करती है, सच्चाई का काम करती है. വിനീത ബേജി ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. വിനീത, പ്രൈം ടൈമിലേക്ക് താങ്കൾക്കും സ്വാഗതം. പറയൂ വിനീത. SKN 2021 ഉത്തർപ്രദേശ് സ്വദേശിനിയായ ഈ ഷഹസാദി ഖാൻ അവർ അബുദാബിയിലേക്ക് ജോലിക്ക് പോകുന്നത്. അവിടെ എത്തി അവർ ഒരു ദമ്പതികളുടെ കുഞ്ഞിനെ പരിചരിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ ഈ കുഞ്ഞിന് ഒരു വാക്സിൻ നൽകുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തിരുന്നു. ഈ കുഞ്ഞിനെ പരിചരിച്ചിരുന്നത് ഷഹസാദി ഖാൻ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഈ മരണ കാരണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ കേസ് കൊടുക്കുകയും പിന്നീട് ഇതിന്റെ നടപടികളൊക്കെ തന്നെ തുടർന്ന് വരികയുമായിരുന്നു. ഇതിനിടയിൽ ഇവർക്ക് അവിടുത്തെ നിയമം അനുസരിച്ച്, അബുദാബിയിലെ നിയമം അനുസരിച്ച് ഇവർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഇവരുടെ പിതാവായ ഷബീർ ഖാൻ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ മാർച്ച് 3 ഈ വധശിക്ഷ വിധിച്ചു എന്നുള്ള കാര്യം, അവരെ വധശിക്ഷയ്ക്ക് ഇരയായി എന്നുള്ള കാര്യം അവരുടെ കുടുംബം അറിയുന്നത്. 15 ഈ വധശിക്ഷ നടപ്പാക്കിയത്. പക്ഷേ 3 ഞങ്ങൾ ഈ വിവരം അറിയുന്നതെന്നാണ് ഈ ഷബീർ ഖാൻ പറയുന്നത്. ഇതിൽ സത്യം പുറത്തു വരണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ CBI ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണമെന്നും ഇവരുടെ കുടുംബം, ഷഹസാദി ഖാന്റെ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഷബീർ ഖാൻ പറയുന്ന പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരെ ഈ അബുദാബിയിലേക്ക് എത്തിച്ച ആൾക്കെതിരെയും നടപടി വേണം എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇവരുടെ പാസ്പോർട്ട്, ഇവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അവിടുത്തെ എംബസിയുടെ പക്കലാണുള്ളത്. ഈ സാധനങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് തിരികെ ലഭിക്കണമെന്ന്, പാസ്പോർട്ട് അടക്കം ഞങ്ങൾക്ക് തിരികെ ലഭിക്കണമെന്നും ഷബീർ ഖാൻ പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇയാളുമായി സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ ഷഹസാദി ഖാന്റെ സഹോദരന്റെ വിവാഹമാണ്. അതുമായി ബന്ധപ്പെട്ടവർ നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ സംഭവങ്ങളും ഈ കേസും ഒക്കെ ഉണ്ടാവുകയും പിന്നീട് ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ് അവരെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. എന്താണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇതിൽ CBI യുടെ ഒരു അന്വേഷണം വേണമെന്ന് കൂടി അവരുടെ പിതാവ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. SK. താങ്ക് യു വിനീത.